സാവിത്രി, നീ ഇവിടെ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം. ഇതെന്റെ പെങ്ങളാണ്, ഞാനവിടെ കൊണ്ടുപോയിക്കോട്ടെ? എന്തിനാണ് ഇവിടെ കൂടെ കെട്ടിവലിച്ചുകൊണ്ടുവന്നു? ചെറുതാണെങ്കിലും ഈ വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്, അതുകൊണ്ട് നോക്കണ്ടേ? അവൾക്ക് പ്രായമായ ഒരു അനീതിയുണ്ട്. അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു ദുബായിക്കാരന്റെ ആലോചന വന്നിരിക്കുന്ന സമയമാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ടു പോക്കോളാമെന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവിടെ ഈ കോലത്തിലും കൂടെ എഴുന്നള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാനുള്ള നീ ഇവിടെ കയറി വന്നു. എങ്ങനെ കൊടുത്തു? കരയുന്നു? ആഹാ, ഇത് അപ്പം ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചിലും ഒന്നും ആർക്കും കാണണ്ട. ഇറങ്ങി പുറത്ത്. ഇറങ്ങാനാ പറഞ്ഞേ. അവളടിക്കരുത്. പിന്നെ എന്താ ചെയ്യാനുള്ള? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. വേണ്ടി ഞാനിനി എന്തെല്ലാം കാണണം? കാണോട്. നീ കണ്ടൊന്ന് പോരെ. ഇനി എന്ത് കാണാനാണ്? ഞാൻ ഇനി നിനക്ക് അച്ഛനുമില്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊഴിൽ പോയി വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇതിനകത്ത് കയറി പോരും. സാവിത്രി, പോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ. അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചോളൂ. നീ അവിടെ ഇരിക്കും. ചേച്ചി, എന്നെ പുറത്താക്കി വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, അവക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവക്ക് നല്ലൊരു സ്ഥലത്തുനിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ കൂടെ കയറി വന്നത്. നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ വേണ്ടത്. പോരുന്നൂടെ കൂടെ പുറത്ത് കാടി വിട്. എല്ലാം ഞാൻ കേട്ടു. ശിവരാമേട്ട, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട, അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹകരിപ്പിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ. നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ലേ സാവിത്രി? ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്കെങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ
ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു. ആ, അരി ഉപ്പുമുളക് എന്നാ നിന്റെ മരുന്ന്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോളൊത്തിട്ടുണ്ട്. കുറെ ദൂരെ, തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ... അത് സാരമില്ല, ചേട്ടൻ പോയിട്ട് വാ. ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ആ, ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയി കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇത്തമ്മയെ കട്ടില് കയറാൻ എന്നെ ആ, കാണാം. ആ, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ? ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ... ആ, അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു. അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്. മോളെ, നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. വാ ഡാഡി, നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞു കേട്ടില്ലേ, ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ എന്നെ കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മീനാക്ഷിയമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ. ആൺകുട്ടിയാ, മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ, നീയായിരുന്നു? പിള്ളച്ചേട്ടാ, ഇച്ചിരി തീ. ഓ, ആരാണ്? നീ എന്റെ കൂടെ വീട് വരെ വരാമോ?
നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശ്വാസികളൊക്കെ ഉള്ളത്. ആര് പറഞ്ഞു? പോരാത്തന്നെ വെള്ളിയാഴ്ചയും പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവാ? നാരായണ 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 നാരായണ. ശങ്കര എല്ലാം മനസ്സിന്റെ തോന്നലേ. ചേട്ടാ, ആ ചേട്ടോ അവിടെ നിന്നേ. ചേട്ടോ ചേട്ടോ, ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ എന്നെ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും കൊണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോൻ ഉറങ്ങിയോ? ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആര്യാർ ചോദിച്ചിരുന്നു. ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ വരെ പോവല്ലേ. പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇത് ആരൊക്കെയായി വരണത്? വരണം വരണം വരണം. മാധവി, ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. മോളും മരുമോനും. നീ വേർക്കുന്നല്ലോടാ. മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, നീ വന്നു മോളെ. ഇതാ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പ് കൊണ്ടുവയ്ക്ക. അമ്മി, ഇത്തിരി നാരങ്ങ വെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മായിയമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേ അമ്മേ, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവര് തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ. ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ഇതോ? ഇതിവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് ചെന്ന് വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനൊന്നും കാണണ്ട, ദുശകനാ. വാ. അമ്മേ, ശിവരാമ, ഞാൻ എന്റെ വീടും സ്ഥലമൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കയറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവള് പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിച്ചത്.
ചേട്ടാ, എന്റെ മോൻ പോയി ചേട്ടാ, എന്റെ മോൻ. നീ അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിന് പനിയും മുട്ടനും തുടങ്ങി. ചെയ്യാവുന്ന മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. ഇന്ന് സന്ധ്യ ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. നിന്നെയും കാത്തിരിക്കുക. ഇനിയിപ്പോ വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ചേട്ടാ, എന്റെ മോനെ കൊണ്ടുപോകരുത് ചേട്ടാ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകരുത്. ചേട്ടാ, എന്റെ മോനെ. ദുബായ് ക്രീക്ക് ഗ്രൂപ്പ് ഹിയർ. ക്രീക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുറുപ്പ്. അൽ ഫത്തഹ അൽ ഖൈർ റിയാൽ സൽഫി അൽ അലവലാദിൽ സഹ और വാലിദിൽ വാലുദിന നിസാത്തുൽ നജ്മഹറ. ഈ അറബിക്ക് എന്ത് പിരാന്ത്. കഴിഞ്ഞ മാസമല്ല ഞാൻ ഇവിടുന്ന് 300 പേരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാൾ എന്തെങ്കിലും കുർബ വെച്ച് തരുന്നത്. അൽ ഫത്തഹ ആളേക്ക് അയക്കാം, പക്ഷെ 10,000 തരക്കാൻ ശമ്പളം കൊടുക്കണം. ആട്ടെ ആ 10,000 രൂപയല്ലേ തന്നിട്ടുള്ളൂ. 5,000 രൂപയുടെ വേഗം കൊണ്ടു. അടുത്ത പ്ലെയിനിൽ തന്നെ തന്നെ ബാക്കി 10,000 രൂപ. 2 rupees. നീ ആടാൻ വിട്ടുക്കാൻ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്. നിനക്ക് എന്ത് ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം. നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. നാളെ തന്നെ പോയി പ്ലെയിനിൽ കയറി. സാർ എങ്ങനെയാ കയറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കയറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. അല്ല പ്ലെയിൻ ഇറങ്ങാതെ പോയി കയറി പോവാ. വേഗം ചെതിലേ പ്ലെയിൻ വിട്ടു ഞാൻ വിളിക്കാം. ചെല്ലേ കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിനാണ് കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട. താൻ കറക്റ്റ് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട. എന്നോട് വാങ്ങിച്ച കാശിന് തിരിച്ചു തന്നാ മതി. കാശോ? തനിക്ക് മലയാളം വായിക്കാൻ അറിയാം. അതങ്ങോട്ട് നോക്കി.